7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജമുടി ശിരസ്സതിൽ വഹിച്ച് അതിങ്ങനെ ഒരു സ്റ്റാൻസയുണ്ട്. ദാവീദു ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ, നീ തുറന്നാൽ അത് അടയ്ക്കുവതാര്, നീ അടച്ചാലതു തുറക്കുവതാര്. ദാവീദു ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ, നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലതു തുറക്കുവതാര്. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസ്സതിൽ ധരിച്ച് 7 പൊന്നിലവിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതവണ്ണം തുറക്കുകയും ആരും തുറക്കാതവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയുള്ളതെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുള്ളതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദൽഫിയ സഭയ്ക്ക് ലഭിച്ച ദൂതിലേക്കാണ് ഇന്ന് പകൽക്കാലം നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. ഫിലദൽഫിയ എന്ന പദത്തിന് അർത്ഥം തന്നെ സഹോദര സ്നേഹമെന്നാണ് യവനായ ഭാഷയിൽ. ഈ 7 സഭകളിൽ ഏറ്റവും നവീനമായ അല്ലെങ്കിൽ ദ ന്യൂവസ്റ്റ് സിറ്റി ആയിരുന്നു ഫിലദൽഫിയ. ഹെർമസ് റിവറിൻ്റെ തീരത്ത് സർദീസ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയ സർദീസിൽ നിന്ന് 38 മൈലുകളെ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം. ആ രാജ്യം, ആ ദേശത്തിൻ്റെ പ്രത്യേകത, അത് വളരെയധികം ഭൂകമ്പങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു ദേശമായിട്ടാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ വെളിയിൽ കുടിലുകൾ കെട്ടി താമസിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. മാത്രമല്ല, അഗ്നിപർവ്വതത്തിൻ്റെ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദേശം വളരെ ഫലഭൂയിഷ്ടമായ ദേശവുമായിരുന്നു. അവിടെ ഒരു സഭ, ആ സഭയെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ യേശു ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ആ സഭയുടെ പ്രത്യേകത, അത് വലിയ സഭയൊന്നുമായിരുന്നില്ല, വളരെ ചെറിയൊരു സഭയായിരുന്നു. ആ സഭയോട് ദൈവത്തിന് ചില ദൂതുണ്ടായി. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം, നാം ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ വലിയവരൊന്നും ആയിരിക്കട്ടെ. നാം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ കാണത്തില്ല. പക്ഷേ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പാകെ വളരെ പ്രാധാന്യമുള്ളവരാണ് എന്ന് ഈ ദൂത് നമ്മെ പഠിപ്പിക്കുകയാണ്. അവരെ അഡ്രസ്സ് ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ആ ചിത്രം കൂടെ ഒന്ന് നോക്കിയാട്ട്, വിശുദ്ധനായ ഒരു ദൈവം. അവരുടെ സിസ്റ്റം അനുസരിച്ച് അവർ രാജാക്കന്മാരെ ആരാധിക്കുന്നവരായിരുന്നു. അവിടുത്തെ എംപറർ വർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത, അവർ ഈ രാജാവിനെ വിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് അവർ വിശേഷിപ്പിച്ചിരുന്നു. ഇവിടെ
യേശു അതേ വിശേഷണത്തിൽ പറയുകയാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ ദൈവപുത്രനാണ്. നിങ്ങൾ ചിന്തിക്കുന്ന ഈ ലോകത്തിലെ രാഷ്ട്ര തലവന്മാർ, നിങ്ങൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധന്മാരെന്ന്, അവർ അശുദ്ധരായിരിക്കെ യഥാർത്ഥത്തിൽ വിശുദ്ധനായ ഒരു ദൈവപുത്രൻ നിങ്ങളോട് സംസാരിക്കുന്നു. അതാണ് താൻ ഒന്നാമതൻ്റെ സവിശേഷത വെളിപ്പെടുത്തുന്നത്. രണ്ടാമത് സത്യവാൻ. താൻ പറയുന്നത്, ലോകത്തിൽ അനേക ഡിസപ്ഷൻസ്, അനേക വഞ്ചിക്കുന്ന നേതാക്കന്മാരുള്ളപ്പോൾ ഞാൻ അങ്ങനെ വഞ്ചിക്കുന്ന വ്യക്തിയല്ല, സത്യവാനായ ഒരു ദൈവത്തെയാണ്, അല്ലെങ്കിൽ വഴിയും സത്യവും ജീവനുമായ ഒരു ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മൂന്നാമത് പറയുകയാണ്, ദാവീദിൻ്റെ താക്കോൽ കൈയുള്ളവൻ. യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിൽ ഒരു ഫ്രേസ് ഉണ്ട്, ദ കീ ഓഫ് ദ ഡേവിഡ്, ദാവീദിൻ്റെ താക്കോൽ എന്നൊരു ഫ്രേസ് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ആ രാജ്യത്ത് ഉണ്ടായിരുന്ന ഷെപ്ന എന്ന് പറയുന്ന ഒരു വ്യക്തി, അവിടുത്തെ ഒരു നേതാവ്, അദ്ദേഹം ചില തിന്മകളൊക്കെ കാട്ടിക്കൂട്ടിയപ്പോൾ ദൈവം അദ്ദേഹത്തെ മാറ്റിയിട്ട് എലിയാക്കീം എന്ന ഒരു വ്യക്തിയെ അവിടെ ആക്കുന്ന ഒരു സ്ഥിതിവിശേഷം നാം യെശയ്യാ പ്രവചനത്തിൽ കാണുന്നുണ്ട്. ഈ എലിയാക്കീമിനെ ആക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദാവീദ് രാജാവിൻ്റെ എല്ലാ ധനത്തിൻ്റെയും താക്കോൽ തന്നെ ഏൽപ്പിക്കുന്നതായിട്ടും ദൈവത്തിൽ കാണുകയാണ്. ഇവിടെ ക്രിസ്തു പറയുകയാണ്, പഴയ എലിയാക്കീമിനെ പോലെ ഇതാ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യൻ, അത് മാത്രമല്ല പുതിയ യെരൂശലേമിൻ്റെ താക്കോൽ ഉള്ളവൻ, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ താക്കോലുള്ളവൻ, സകല കാര്യങ്ങളുടെ മേലും അധികാരമുള്ളവനായ ഒരു ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുന്നു. അതാണ് തന്നെ വിശേഷിപ്പിക്കും. ഇനിയും എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അതാണ് ഒന്നാമത് 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഐ നോ യുവർ ഡീഡ്സ്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത, ഫിലദൽഫിയ സഭയും സ്മിർന സഭയും, ഈ രണ്ട് സഭകൾ ശാസനകൾ ഒന്നും ലഭിക്കാത്ത സഭകളാണ്. മറ്റ് 7 സഭകളിൽ 5 സഭകൾക്കും ശാസനകളുണ്ട്. നിനക്കൊരു കുറഞ്ഞൊരു കുറ്റമുണ്ടെന്ന് പറയുമ്പോൾ ഈ ഫിലദൽഫിയ സഭയ്ക്കും സ്മിർന സഭയ്ക്കും യാതൊരു കുറ്റവും ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ 2 സഭകളും വളരെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരുന്നു. ഈ പീഡനങ്ങളുടെ നടുവിൽ ദൈവത്തിനു വേണ്ടി നിന്ന ഒരു സഭ, അവരെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിനക്ക് എന്നിൽ നിന്നും അകന്നു പോകുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. നിനക്ക് എന്നെ ത്യജിച്ച് കളയുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. നിനക്ക് എന്നെ തള്ളിപ്പറയാനുള്ള അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതിനുള്ള പ്രഷറൈസിങ് സിറ്റുവേഷൻസ് നീ ഫേസ് ചെയ്തു. എന്നിരുന്നാലും ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിനക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നു എങ്കിലും നീ എൻ്റെ വചനം കേട്ടു. ഞാൻ അത് കാണുന്നു. നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മയൊക്കെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം പോകുവാൻ എനിക്കും നിങ്ങൾക്കും അവസരമുണ്ടായിരുന്നു. ലോകത്തിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ അവസരമുണ്ടായിരുന്നു. പക്ഷേ അവയൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ഈ പകൽക്കാലം ദൈവത്തിൻ്റെ മുമ്പാകെ വന്നിട്ട് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ദൈവവചനത്തിന് ശ്രദ്ധ കൊടുക്കുവാൻ നാം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്, നാം ചിലവഴിക്കുന്ന സമയങ്ങൾ, നാം എടുക്കുന്ന എഫോർട്ടുകളെ എല്ലാം കാണുന്നവൻ എന്നെയും നിന്നെ അഭിനന്ദിക്കുകയാ. വെൽ ഡൺ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ചെയ്തത് നന്നായി എന്ന് നമ്മെ നോക്കി പറയുന്ന ഒരു ദൈവം. നിനക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ. മതപരമായി അവരുടെ ചുറ്റുപാടുമുള്ളവർ അവരെ പോലെ ആരും തന്നെ വളരെ അധികമില്ലായിരുന്നു. ചെറിയൊരു സഭയാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഫിനാൻഷ്യലി അവർ വളരെ സ്ട്രോങ് അല്ലായിരുന്നു. മറ്റ് പല നിലകളിൽ അവർ ശക്തിയുള്ളവരായിരുന്നില്ല. യഹൂദന്മാർ അവരെ കഴിയുന്നിടത്തോളം പീഡിപ്പിച്ചു. എല്ലാ നിലകളിലും ദൈവത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഒരുപാട് പീഡനങ്ങൾ അവർ കടന്നുപോയി. അവർക്ക് അല്പം ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നിട്ടും അവർ ദൈവത്തിൻ്റെ വചനം കേട്ടു, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചു. ദൈവത്തിൻ്റെ നാമത്തെ അവർ നിഷേധിച്ചതുമില്ല. അതുകൊണ്ട് ദൈവം അവരെ അഭിനന്ദിക്കുകയാണ്. അവരോട് പറയുക, ഞാൻ നിന്നെ അറിയുന്നു, നിന്റെ സാഹചര്യം അറിയുന്നു, നിന്റെ അവസ്ഥകൾ അറിയുന്നു. നിന്റെ അവസ്ഥകളുടെ മധ്യത്തിൽ നീ എനിക്ക് വേണ്ടി നിന്നത് കാണുന്നു. ഞാൻ നിനക്ക് വേണ്ടിയും നിൽക്കുന്നു. അവരോട് ചില ഉടമ്പടികൾ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കാണുന്നത്. ചില ഉടമ്പടികൾ അവരോട് പറയുകയാണ്, ഞാൻ നിന്റെ മുമ്പിൽ
വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആരും അടയ്ക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. കൽപ്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. മതി. ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഫിലദൽഫിയ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫിലദൽഫിയ ദേശത്തിൻ്റെ പ്രത്യേകത, ആ സിറ്റി അവർ പണിയുമ്പോൾ അവർക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഒരു കാവൽക്കാർ പാർക്കുന്ന അല്ലെങ്കിൽ പട്ടാളക്കാർ അധിവസിക്കുന്ന സ്ഥലമെന്നതിലുപരി യവനായ ഭാഷയെ എത്രമാത്രം പ്രചരിപ്പിക്കാമോ, ഗ്രീക്ക് ഭാഷ എത്രമാത്രം പ്രചരിപ്പിക്കാമോ, അവരുടെ കൾച്ചറിനെ എത്രമാത്രം പ്രചരിപ്പിക്കാമോ, അതിന് ഒരു മുഖാന്തരമായിട്ടായിരുന്നു ഈ ഫിലദൽഫിയ ആ സിറ്റിയെ അന്ന് രാജാക്കന്മാരുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ചരിത്രം പറയുന്നു, AD 19 ആയപ്പോഴേക്കും ലുദിയയിലുള്ള ആളുകളൊക്കെ, അവിടേക്കുള്ള ആളുകൾ ടോട്ടലി അവരുടെ മാതൃഭാഷ മറന്ന് ഗ്രീക്കിലേക്ക് പോയതായിട്ട് പോലും ചരിത്രം പറയുക. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുകയാണ്, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സ്ട്രാറ്റജിക് ഒരു ലൊക്കേഷനിൽ വെച്ചു. ഒരു കാലത്ത് ഗ്രീക്ക് ഭാഷയുടെ, ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ പ്രചാരകന്മാർ ഉപയോഗിച്ച് അതേ ദേശത്തെ എൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നു. എന്നെ നിങ്ങളെയും ദൈവം ഓരോ സ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിനു വേണ്ടി നിൽക്കുവാനാ, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനാ. നമുക്ക് മുമ്പ് പോയവർ, നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, അവരൊക്കെ അവരുടെ മതങ്ങളെയും അവരുടെ ആചാരങ്ങളെയും പ്രചരിപ്പിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ പ്രചരിപ്പിക്കുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആരും അടയ്ക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഒരിക്കൽ 2 നായ്ക്കൾ വലിയ ഒരു ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പട്ടി വലിയതായിരുന്നു, മറ്റേ ആൾ ചെറിയ ആളായിരുന്നു. വലിയവൻ പറഞ്ഞു, ഞാൻ യജമാനൻ്റെ മുറി തുറന്ന് കാണിക്കാം, നിനക്ക് പറ്റുമോ? അവൻ 2 ചാട്ടമൊക്കെ ചാടി അത് പിടിച്ച് എങ്ങനെയോ തുറന്നു, എന്നിട്ട് പെട്ടെന്ന് വലിച്ചടച്ചു. അവൻ പറയുകയാണ്, നിന്നെ കൊണ്ട് പറ്റത്തില്ല, നീ ചെറുതാ, നിന്നെ ഇതൊന്നും കൊള്ളത്തില്ല. നീ ചെറിയവൻ പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ കാണിക്കാം. അവൻ ആ വാതിലെ കിടന്ന് മാന്താൻ തുടങ്ങി. മറ്റേ പുള്ളി 5 മിനിറ്റ് കൊണ്ട് തുറന്നത് 40 സെക്കൻഡ് കൊണ്ട് ഓർഡർ വന്ന് തുറന്നു. അവൻ പറയുക, നീ വിചാരിക്കും നീ വലിയവനാണെന്ന്. ഞാൻ ചെറിയവനാണെങ്കിലും എൻ്റെ മാന്തൽ കേൾക്കാൻ ഒരു ഉടയവനുണ്ട്, അവൻ വാതിൽ തുറക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കും പലതും നമ്മളെ കൊണ്ട് കഴിയും, അല്ല കഴിയത്തില്ല. നമ്മൾ ചിന്തിക്കും മറ്റുള്ളവർക്ക് കഴിയും, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ ചിന്തിക്കും നമ്മൾക്ക് പലതും നേടിയെടുക്കാൻ കഴിയത്തില്ല, മറ്റുള്ളവർക്കേ പറ്റത്തുള്ളൂ. എന്നാൽ നാം മുട്ടുന്ന വാതിൽ, നാം പോയി മുട്ടുന്ന വാതിൽ, അതിനപ്പുറത്തത് കേൾക്കുന്ന ഒരുവനുണ്ട്, അത് തുറക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവൻ തുറക്കേണ്ട വാതിലുകൾ തുറക്കും, അടയ്ക്കേണ്ടത് അടയ്ക്കും. അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി ചരിത്രത്തിലൊക്കെ നോക്കിയാൽ ചിലയിടത്തോട്ടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് പറയും നീ പോകണ്ട, എന്നാൽ മറ്റു ചിലയിടത്തോട്ട് പറയും നീ അവിടോട്ട് പോവുക. നാം എടുക്കേണ്ട ബെസ്റ്റ് ഡിസിഷൻസ്, നാം എടുക്കേണ്ട ബെസ്റ്റ് ആയിട്ടുള്ള വഴി, നാം എടുക്കേണ്ട റൈറ്റ് ആയിട്ടുള്ള പാത എനിക്കും നിങ്ങൾക്കും കാണിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ചിലപ്പോൾ ദൈവം പറയും നീ ഇങ്ങോട്ട് എടുക്കണ്ട, ചിലപ്പോൾ ദൈവം പറയും നീ അങ്ങോട്ട് പോ, ദൈവം പറയും നീ അങ്ങനെ ചെയ്യണ്ട. ചില വാതിലുകളൊക്കെ ദൈവം അടയ്ക്കുന്നത് ദൈവത്തിന് നാം ആ വഴി പോകുന്നതിൽ പ്രസാദമില്ലാഞ്ഞിട്ടാ. എന്നാൽ ചിലതൊക്കെ അവൻ തുറക്കുന്നത് പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങൾ, ചിലതൊക്കെ തുറക്കുന്നത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ പാതയിൽ എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ അവരോട് പറയുക, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കും. 9 ഉം 10 വാക്യങ്ങൾ വരുമ്പോൾ മതി. താൻ പറയുന്നത് യഹൂദന്മാർ അവരുടെ സ്നേഹങ്ങളുണ്ടായിരുന്നു. അവരൊരിക്കലും ഈ ക്രിസ്ത്യാനികളെ അംഗീകരിച്ചിരുന്നില്ല. അവരെപ്പോഴും അവരെ കളിയാക്കിയിരുന്നു. അവർ പറയും, how can you say that you are God's people when you are hated and despised? നിങ്ങൾ വെറുക്കപ്പെടുമ്പോൾ, നിങ്ങളെല്ലാവരാലും പരിത്യജിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ദൈവമക്കളാണെന്ന് പറയാൻ കഴിയും?
Is that how God treats those who loves? താൻ സ്നേഹിക്കുന്നവരെ ഇങ്ങനെയാണോ ദൈവം പരിരക്ഷിക്കുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കഷ്ടതകൾ നിങ്ങൾക്ക് വരുന്നില്ലേ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവർ കേട്ടിട്ടുള്ളവരാ. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേര്, നിങ്ങൾ ഞങ്ങളോടൊപ്പം വാ എന്നൊക്കെ അവരെ പ്രേരിപ്പിക്കുവാനിടയായി. പക്ഷേ ഈ ദൈവമക്കൾ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അനേക നിന്ദകൾ അവർ കേട്ടു, അനേക ദുഷികൾ അവർ കേട്ടു. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഈ ഭക്തന്മാർ കേൾക്കുന്ന ഒരു ദൂതുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഞാൻ ചിലരെ ഇങ്ങോട്ട് കൊണ്ടുവരും. നിന്നെ കഴിഞ്ഞ കാലങ്ങൾ നിന്ദിച്ചവർ, നിന്നെ കഴിഞ്ഞ കാലങ്ങൾ പരിഹസിച്ചവർ, അവർ നിന്റെ കൂടെ വന്ന് യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുവാൻ മുട്ടുമടക്കുന്ന ചിത്രമുണ്ടാകുമെന്ന് പകൽക്കാലം ഓർക്കണമേ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അവർ നിന്നിച്ചുവല്ലോ, അവരുടെ മുമ്പിൽ നാം ഒരു പരിഹാസ വിഷയമാണെന്നൊക്കെ നാം ചിന്തിച്ച് നിന്നാലും ശരി, അതാത് സമയങ്ങളിൽ നമ്മുടെ നിന്നയുരുട്ടിക്കളഞ്ഞ് നമ്മെ മാനിക്കുന്ന ഗിൽഗാലിൻ്റെ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിന്നയുടെ അനുഭവങ്ങൾ ഉള്ളപ്പോൾ അവ ഉരുട്ടിക്കളഞ്ഞ് നമ്മെ ആദരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവരുടെ മുമ്പിൽ ഒരു ചലഞ്ച് വെച്ചിരിക്കും, ഞാൻ ഇതാ വേഗം വരുന്നു. അതായത് പെട്ടെന്ന് വരുന്നത്, ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കത്തില്ല. അൺഎക്സ്പെക്റ്റഡ്ലി അല്ലെങ്കിൽ സഡൻലി ഒരു അനൗൺസ്മെൻ്റ് ഇല്ലാതെ ഞാൻ വരും. ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഞാൻ വരുമ്പോൾ ഞാൻ വേഗം വരും. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നീ അതിനെ പിടിച്ചുകൊള്ളണം. നിന്റെ കിരീടം ആരും എടുത്തുകൊണ്ട് പോകരുത്. ഒരു കള്ളൻ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു ചിത്രമല്ല അവിടെ. വാസ്തവത്തിൽ 1 കൊരിന്ത്യർ 9:24 പറയുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ബിരുദം പ്രാപിക്കുന്നില്ല എന്നറിയുന്നില്ലയോ? പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവീൻ. ഓട്ടത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടിയിട്ട് ബിരുദം പ്രാപിക്കുന്ന ഒരു ചിത്രമാണ്. ഞാനും നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുന്നില്ല എങ്കിൽ നാം ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കും. നാം ലഭിക്കേണ്ട ആ കിരീടം നഷ്ടമാക്കപ്പെട്ടവരായി തീർന്നെന്നിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവോട് പറയുക, നിങ്ങൾ മുറുകെ പിടിച്ചോണം. നിങ്ങളുടെ ഓട്ടക്കളത്തിൽ ഓടേണ്ടതായ ആ വഴി നിങ്ങൾ സൂക്ഷിച്ചോണം. ശ്രദ്ധ കൂടാതെ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ആയിരിക്കണം. നിങ്ങളുടെ ഓട്ടം ലക്ഷ്യത്തിലേക്ക് നോക്കിയായിരിക്കണം. ഓട്ടത്തിൽ നിങ്ങൾ പാളിച്ച സംഭവിക്കരുത്. പാളിച്ച സംഭവിച്ചാൽ നിങ്ങളുടെ കിരീടങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് മുറുകെ കൊള്ളണം. നിന്റെ കിരീടം എടുക്കുവാൻ ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളണം. നിന്റെ ഓട്ടം സ്ഥിരതയോടെ നീ ഓടണം. എങ്കിൽ ഞാൻ നിന്നെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ഫിലദൽഫിയയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുവല്ലോ, അവിടെ എപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു. ആ സ്ഥലത്തൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നോക്കിയാലും അവിടെയൊക്കെ ചില തൂണുകളുണ്ട്. ആ തൂണുകളുടെ പ്രത്യേകത, ഇതെല്ലാം ഉണ്ടായപ്പോഴും അതിൻ്റെ ചുറ്റുപാടമൊക്കെ ഇളകിയപ്പോഴും ഈ തൂണുകൾ മാത്രം അവിടെ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവരോട് പറയുന്ന ഇതാണ്, ഞാനും നിങ്ങളും ഓട്ടം സ്ഥിരമായിട്ട് ഓടിയാൽ, ഞാനും നിങ്ങളും ആ ബിരുദം പ്രാപിക്കുവാൻ തക്കവണ്ണം ഓട്ടം ഓടിയാൽ പെർമനൻ്റായിട്ട് ഒരു എറ്റേണിറ്റി, ഒരു നിത്യത എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെക്കുള്ള ദൈവമക്കളെ, അത് നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ടാകുന്നില്ലേ? ഞാനും നിങ്ങളും ക്രമമായി ഓടിയാൽ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോയാൽ നമ്മെ സ്ഥിരമായൊരു നിത്യമായ സന്തോഷത്തിലേക്ക് കയറ്റുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവരുടെ മേൽ എഴുതും. ഇങ്ങനെ പറഞ്ഞാൽ ചില നാട്ടിലൊക്കെ ഈ കൈയൊക്കെ ഒടിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കട്ടിയുള്ള പ്ലാസ്റ്റർ ഇടും. ഈ പ്ലാസ്റ്റർ ഇട്ടേച്ച് ചിലപ്പോൾ സ്കൂളിലൊക്കെ വരുമ്പോൾ പിള്ളേരൊക്കെ അതിൽ എഴുതി വയ്ക്കും, ഡോണ്ട് വറി, അല്ലെങ്കിൽ ഗെറ്റ് വെൽ സൂൺ. ചില എൻകറേജിങ് വാക്കുകൾ ആ കാസ്റ്റിൽ എഴുതി വയ്ക്കും ആളുകൾ.
അതേ ഒരു ഇമ്പ്രഷൻ എന്നോട് പറയുന്നത്, നീ ബിരുദം പ്രാപിച്ച് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ ദേഹത്ത് മൊത്തം ചില നാമങ്ങൾ ഞാൻ എഴുതും, നിനക്ക് ചില എൻകറേജിങ് വേർഡ്സ് കിട്ടും, നിന്നെ ചില ശക്തിപ്പെടുത്തുന്ന ചില അനുഭവങ്ങളുണ്ടാവും. ഇന്ന് പകൽക്കാലം എന്നെ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ, നമ്മുടെ ദുഃഖങ്ങളുടെ നടുവിൽ നാം ദൈവത്തിനു വേണ്ടി നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ചില ശ്രേഷ്ഠകരമായ മേലെഴുത്തുകൾ, ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ ദൈവം തരും. ഇവിടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഒരിക്കലൊരു അമ്മ തൻ്റെ കുഞ്ഞിനെ പിയാനോ പഠിപ്പിക്കണമെന്ന വലിയ ആഗ്രഹത്തോടെ അവനെപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു. അവനെ എൻകറേജൊക്കെ ചെയ്യുന്നെങ്കിലും അവൻ ചില മടിച്ചിരുന്നു. നാട്ടിലെ ഏറ്റവും നല്ല പിയാനിസ്റ്റിൻ്റെ അടുക്കൽ കൊണ്ട് ട്രെയിൻ ചെയ്യാനായിരുന്നു അമ്മയുടെ ആഗ്രഹം. അങ്ങനെ ഇരിക്കുക ആ പിയാനോ വായിക്കുന്ന ആ ടീച്ചറുടെ ഒരു കൺസേർട്ട് അവിടെ നടക്കുകയാണ്. അന്നേരം അമ്മ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോയി ഒന്ന് കാണാം, നിനക്കത് സന്തോഷമാവും, നിനക്കുള്ള സ്കില്ല് അല്പം കൂടെ ഒന്ന് ഡെവലപ്പാക്കുവാൻ അത് മുഖാന്തരമാകും. അങ്ങനെ അവിടെ ചെന്നിരിക്കുമ്പോൾ അമ്മയുടെ ഫ്രണ്ട്സിനെ ആരെയോ കണ്ടു. പെട്ടെന്ന് വർത്തമാനം പറഞ്ഞിങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ ഈ കുഞ്ഞ് പതുക്കെ അതിനകത്തുനിന്ന് ഇറങ്ങി. അവനിങ്ങനെ കയറി ചെന്ന് നോ എൻട്രി എഴുതി വെച്ചേക്കുന്ന ഭാഗത്തൂടെ അവൻ അകത്ത് കയറി. അവിടെ ചെന്ന് സ്റ്റേജ് നോക്കിയപ്പോൾ ഒരു പിയാനോ ഇരിക്കുന്നു. അവൻ പതുക്കെ ഇരുന്ന് വായിക്കുവാൻ തുടങ്ങി. അതേ സമയത്ത് അമ്മ തിരിച്ചു വന്നപ്പോൾ ലൈറ്റെല്ലാം ഇത് ഷട്ട് ഡൗൺ ചെയ്യുന്നു. അവർ പ്രോഗ്രാം തുടങ്ങുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവിടെ ഇരുന്ന് ആരോ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പതുക്കെ അവൻ വായിച്ച് ഇങ്ങനെ ട്രൈ ചെയ്യുകയാണ്. ആ സമയത്ത് ഈ പിയാനിസ്റ്റ് മെയിൻ ആൾ അവിടെ ഇട്ട് കടന്നു വരുന്നു. പുള്ളി നോക്കുമ്പോൾ ഈ കൊച്ചു അവിടെ നിന്ന് ട്രൈ ചെയ്യുകയാണ് വായിക്കുവാൻ വേണ്ടി. അദ്ദേഹം അടുക്ക ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡോണ്ട് ക്വിറ്റ്, കീപ് പ്ലേയിങ്, നീ ഇട്ടിട്ട് പോകരുത്, നീ വായിച്ചുകൊണ്ടിരുന്നു എന്നും പറഞ്ഞ് അദ്ദേഹം പതുക്കെ തൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സ്ലോലി വായിക്കാൻ തുടങ്ങി. കൂടെ അത് കഴിഞ്ഞ് പതുക്കെ തൻ്റെ റൈറ്റ് ഹാൻഡോടെ കൂടാൻ തുടങ്ങി. ആ കുഞ്ഞു വായിച്ചതിന് നല്ല മെലോഡിയസ് ആയിട്ട് ഈ ടീച്ചർ പതുക്കെ ചെയ്യുവാൻ തുടങ്ങി. വളരെ മനോഹരം, ഒരു ഡിസാസ്ട്രസ് ആയി തീരേണ്ട സിറ്റുവേഷനിൽ ആ മനോഹരമാക്കി തീർത്ത ഒരു യജമാനൻ്റെ അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ ഹാൻഡ് ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങൾ നാം ചിന്തിക്കും, ഡിസാസ്ട്രസ് ആയി തീരുമോ, എല്ലാം നശിച്ചുവോ, എല്ലാം തീർന്നുവോ എന്നൊക്കെ നാം ചിന്തിക്കുമ്പോഴും നമ്മുടെ ഇടത്തും വലത്തും രണ്ട് കരങ്ങൾ നമ്മോടൊപ്പം പ്ലേ ചെയ്യുകയാണ്, നമ്മോടൊപ്പം വായിക്കുകയാണ്. എന്തിനെന്നറിയാമോ? ആ ഡിസാസ്ട്രസ് എന്ന് ലോകം വിധി എഴുതിയതിനെ അതിനെ മനോഹരമാക്കി, അതിനെ മനോഹരമാക്കി തീർക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ നടക്കുമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്നുകൂടെ താഴ്ത്തുമോ? വാതിലുകൾ അടഞ്ഞെന്നിരിക്കാം, സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നിരിക്കാം, അല്പമേ ശക്തിയുള്ളൂ എന്ന് ഇരിക്കാം. എങ്കിലും ദൈവത്തിൻ്റെ നാമത്തെ ഞാനും നിങ്ങളും നിഷേധിക്കുന്നില്ലെങ്കിൽ, എങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാനും നിങ്ങളും ഓട്ടമോടുന്നുവെങ്കിൽ, മുൻപിൽ ചില വിരുദുകളുണ്ട്, ഒരു കിരീടം വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങൾ നമ്മെ അതിനു വേണ്ടി ശക്തിപ്പെടുത്തുന്ന, നമ്മെ അതിനു വേണ്ടി കരുത്താർജിപ്പിക്കുന്ന ഒരു കരം നമ്മെ ഈ ദിവസങ്ങൾ സഹായിക്കുന്നത് ഒന്ന് തിരിച്ചറിയുവാൻ കഴിയുമോ? ആ ദൈവത്തിൻ്റെ ആ പ്രവർത്തികൾക്കൊന്ന് കാതോർക്കുവാൻ നമുക്ക് കഴിയുമോ? ആ മ്യൂസിക്, ആ മെലോഡിയസ് മ്യൂസിക് അവിടെ നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നതൊന്ന് കേൾക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം ദൈവമേ, അവിടുത്തെ ആ പ്രവൃത്തി ഒന്ന് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരും അടയ്ക്കാതെ വണ്ണം ഹല്ലേലൂയ തുറക്കുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ദാവീദിന്റെ താക്കോൽ കൈയുള്ളവനെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. നീ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആരുണ്ടോ? നീ അടച്ചാൽ തുറക്കുവാൻ ആരുള്ളൂ? ഇന്ന് പകൽക്കാലം ആ ശ്രേഷ്ഠവാനായ, ആ ഉന്നതനായ, ആ മഹിമയാർന്ന, ആ ഉന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്നുകൂടെ താഴ്ത്തുവാൻ ഈ സമയം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ?